ബ്രോ ഞാൻ കാര്യം ചോദിക്കട്ടെ? അപ്പൊ നമ്മളിപ്പം i10 കാര്യം നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞല്ലോ. അപ്പൊ i10 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിലവിൽ ഒരു ബേസ് മോഡൽ വാഹനം i10 ഇപ്പൊ ബേസ് മോഡൽ വാഹനം നമുക്ക് സ്വന്തമാക്കാനായിട്ട് നമുക്ക് ഏകദേശം നമുക്ക് എത്ര രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്കറിയാം ഇനി ഈസ്റ്റർ വരുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അടിപൊളി ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോപ്പുലർ ഹുണ്ടായി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മൂറ്റിലുള്ള പോപ്പുലർ ഹുണ്ടായിലാണോ? അപ്പൊ നമ്മളൊപ്പം ചെയ്യുന്ന ബിംബ്രോയാണ്. വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ ഒരു അടിപൊളി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ 2025 മോഡൽ വാഹനങ്ങൾക്കും നല്ലൊരു ഓഫർ ഈ പ്രാവശ്യം വരുന്നുണ്ട് ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ചിട്ടല്ലേ? അപ്പൊ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? തീർച്ചയായും. ഞങ്ങള് ഇപ്പം സാധാരണഗതിയിൽ എല്ലാ ഓഫറുകളും എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ക്രിസ്മസ് ആണെങ്കിലും ന്യൂ ഇയർ ആണെങ്കിലും അങ്ങനെ വരുന്ന എല്ലാ സമയത്തുള്ള എല്ലാ ഓഫറും എല്ലാ കസ്റ്റമേഴ്സും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 വാഹനങ്ങളുടെ നല്ലൊരു ഓഫർ ഇപ്പോൾ നിലവിൽ ഓൾറെഡി നടക്കുന്നുണ്ട്. നിയോസിന് 68,000 രൂപയുടെ ഓഫർ വരുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഓറ സി എൻ ജിയിലും പെട്രോൾ വെയിലും അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഏകദേശം 53,000 ഓഫർ വരുന്നുണ്ട്. ബ്രോ ഞാൻ കാര്യം ചോദിക്കട്ടെ? അപ്പൊ നമ്മളിപ്പം i10 കാര്യം നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞല്ലോ. അപ്പൊ i10 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിലവിൽ ഒരു ബേസ് മോഡൽ വാഹനം i10 ഇപ്പൊ ബേസ് മോഡൽ വാഹനം നമുക്ക് സ്വന്തമാക്കാനായിട്ട് നമുക്ക് ഏകദേശം നമുക്ക് എത്ര രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്? സ്റ്റാർട്ടിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് നിയോസ് എറ എന്ന പേരിലാണ് വരുന്നത്. സ്റ്റാർട്ടിംഗ് മോഡൽ ആണെങ്കിൽ പോലും 6 എയർ ബാഗ് ഉണ്ട്, ABS വിത്ത് EBD ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്, പിന്നെ ഫ്രണ്ടിൽ 2 ഡോർ പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, ഇതൊക്കെ ഓപ്ഷൻസ് എല്ലാം വരുന്ന ഒരു മോഡലാണ്. ശരിക്കും സ്റ്റാർട്ടിംഗ് മോഡലാണെങ്കിൽ പോലും ഇരിക്കുന്ന സീറ്റിന്റെ ഹൈറ്റ്, സ്റ്റിയറിംഗിന്റെ ഹൈറ്റ് ഇതുവരെ ബേസ് മോഡൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സെന്റർ ലോക്ക് വരെ വരുന്ന മോഡലാണ് സ്റ്റാർട്ടിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ പറഞ്ഞ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ വേരിയന്റ് 7 ലക്ഷം രൂപയിൽ നമുക്ക് ഓൺ റോഡ് കിട്ടും. ഓൺ റോഡ് പ്രൈസ് ആണ് പറയുന്നത് 7 ലക്ഷം രൂപ അല്ലേ? അപ്പൊ അതിൽ കൂടുതൽ നമുക്ക് അതിനകത്ത് നമുക്ക് എക്സ്ചേഞ്ച് ഓഫറോ കാര്യങ്ങളൊക്കെ അഡീഷണൽ വരുന്നുണ്ട്? തീർച്ചയായും വരുന്നുണ്ട്. ആ സെയിം മോഡലിൽ തന്നെ നമുക്കിപ്പോൾ എക്സ്ചേഞ്ച് ഉള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ 30,000 എക്സ്ചേഞ്ച് ഓഫർ കിട്ടും. പിന്നെ കോർപ്പറേറ്റ്, അതായത് ഇപ്പം നമുക്ക് ലിമിറ്റഡ് ആയിട്ട് കുറച്ച് കമ്പനീസ് ഉണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ 3,000 കോർപ്പറേറ്റ് ഓഫർ ഉണ്ട്. ഇതൊന്നും വേണ്ട, ഒരു ഏകദേശം ഒരു നമ്മുടെ വീടിന് നമ്മുടെ സ്ഥലം, നമുക്ക് സാധാരണ സ്ഥലങ്ങൾ ഉണ്ടല്ലോ, നമ്മുടെ സ്ഥലത്തിനൊരു കരമടയ്ക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കരമടയ്ക്കുന്ന ആൾക്ക് വേണേലും നമുക്കൊരു 3,000 കോർപ്പറേറ്റ് ഓഫർ അഡീഷണൽ കൊടുക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ 7 ലക്ഷം രൂപയിൽ നിന്ന് കുറയുന്ന എമൗണ്ടുകളാണ് ഇതെല്ലാം. എക്സ്ചേഞ്ച് ഓഫർ അപ്പം സ്വന്തം ആളുടെ പേരിൽ വേണം നിർബന്ധമില്ല. ഇപ്പൊ ഞാനൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ എന്റെ അച്ഛന്റെ പേരിലോ അമ്മയുടെ പേരിലോ വൈഫിന്റെ പേരിലോ സ്ഥലത്തിന് കരമടച്ച് ചെയ്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉണ്ടായാൽ മതി, ആ ഓഫർ കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 7 ലക്ഷം രൂപയിൽ നിന്ന് ഏകദേശം ഈ പറഞ്ഞ 35-40 രൂപയോളം വീണ്ടും ഈ വക എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് പറയുക 650 അല്ലേ? ഏകദേശം അത്രയും പറയും. അപ്പൊ അങ്ങനെയാണ് അത്രയും വരുവാണെങ്കിൽ നമുക്കൊരു ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വേണ്ട. കാരണം ഇപ്പം ഈ ഒരു സ്കീമില് നമുക്കിപ്പം ഈസ്റ്ററായിട്ട് ബന്ധപ്പെട്ട് ഫിനാൻസുകാരായിട്ട് ഒരു ടൈപ്പിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടിയുടെ ഓൺ റോഡ് എത്രയാണോ എമൗണ്ട് വരുന്നത് ആ എമൗണ്ട് ഫുൾ എമൗണ്ട് കസ്റ്റമർക്ക് ലോൺ ആയിട്ട് കിട്ടും. അതായത് സീറോ ഡൗൺ പേയ്മെന്റിൽ എക്സാക്ട്ലി സീറോ ഡൗൺ പേയ്മെന്റ് എന്താണോ അതാണ് ശരിക്കും ഈ സെയിൽ, ഈസ്റ്റർ പ്രമാണിച്ചുള്ള സെയിൽ. പിന്നെ അതിനകത്ത് ചെറിയൊരു തുക എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു 6 ലക്ഷം രൂപ ലോൺ എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പം ഒരുപക്ഷെ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് ചെറിയൊരു ഡോക്യുമെന്റേഷൻ ചാർജ് ഒക്കെ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ ഒരു 5,000 രൂപ കൂടുതൽ അപ്പൊ ഏകദേശം ഒരു 5,000-നും ഒരു 10,000-നും ഇടയ്ക്ക് ഉള്ള എമൗണ്ട് നമുക്ക് ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ പുതിയ വണ്ടി ഇറക്കാം. അപ്പൊ എത്ര വർഷത്തേക്ക് നമുക്ക് ലോൺ അവൈലബിൾ ആണ്? 8 വർഷം വരെ കിട്ടും. 8 വർഷം വരെ കിട്ടും. അപ്പൊ അതിന്റെ ഒരു EMI എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു സീറോ ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ പോലും ഒരു 11 രൂപയ്ക്ക് അടുത്തല്ലേ വരുള്ളൂ? ഒരു 11-15 താഴെ വരത്തുള്ളൂ EMI വരുന്നുള്ളൂ. അത് നമ്മുടെ ഫസ്റ്റ് മോഡൽ, അതായത് ഗ്രാൻഡ് i10 കാര്യമാണ് നിയോസിന്റെ മോഡലാണ്. നിയോസിന്റെ എറ എന്ന് പറഞ്ഞ മോഡലായിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത മോഡലിലേക്ക് വന്നു കഴിഞ്ഞാലോ? സെക്കൻഡ് മോഡലിന്റെ പേര്, അടുത്ത സെഗ്മെന്റ് വരുന്ന മോഡലിന്റെ പേര് എക്സ്റ്റർ എന്നാണ്. എക്സ്റ്ററിനും ഏകദേശം ആ വേരിയന്റിന് പറയുന്ന പേര് EX എന്നാണ്. ഈ നമ്മൾ ഈ പറഞ്ഞ ഗ്രാൻഡ് ഐറ്റന്റെ ഓൾമോസ്റ്റ് എല്ലാവിധ ഫീച്ചേഴ്സും എക്സ്റ്ററിന്റെ സ്റ്റാർട്ടിംഗ് മോഡലിലും വരുന്നുണ്ട്. ഈ സ്റ്റാർട്ടിംഗ് മോഡലിനകത്ത് കാര്യമായിട്ടുള്ള സ്കീമുകൾ ശരിക്കും കൊടുക്കുന്നത്, കാരണം ഒരു എൻട്രി ലെവൽ മോഡലായത് കാരണം അത് ഏറ്റവും കുറവുള്ള പ്രൈസിലാണ് ശരിക്കും വണ്ടി ഇറങ്ങുന്നത്. ഏകദേശം ഒരു 7.25 ലക്ഷം രൂപയിൽ നമുക്ക് ആ വണ്ടി ഓൺ റോഡ് കിട്ടും. അതൊരു എൻട്രി ലെവൽ മോഡൽ ആയതുകൊണ്ടും ആ റേഞ്ച്, പ്രൈസ് റേഞ്ച് ആ റേഞ്ചിൽ നിൽക്കണം എന്നുള്ളതുകൊണ്ടാണ് ആ പ്രൈസിൽ ഇറക്കിയിരിക്കുന്നത്, 7.25 ലക്ഷം രൂപയിൽ ഇറക്കിയത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ നിയോസിന്റെ ഇറയിൽ പോലും 7 ലക്ഷം രൂപ ഓൺ റോഡ് വരും. പക്ഷെ ഒരു 25,000 കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൈക്രോ SUV എന്ന ലെവലിലേക്ക് മാറും. അപ്പൊ നമുക്ക് ഈ ഒരു ഓഫർ ബേസ് മോഡലല്ല, എല്ലാ മോഡൽസിലും ഈ പറയുന്ന ഓഫറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അന്ന് ഇപ്പൊ എക്സ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ടോപ്പ് എൻഡ് വരുവാണെങ്കിൽ എക്സ്റ്റർ ടോപ്പ് എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ ഏകദേശം എത്രയാണ് ഓൺ റോഡ് വരുന്നത്? ടോപ്പ് എൻഡിലേക്ക് പറയുന്നതിന് പകരം ഒരു കാര്യം സൂചിപ്പിക്കാം. ഈ എക്സ്റ്ററിൽ ഇപ്പം ഒരു മൈക്രോ SUV ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ലേഡീസ് ചൂസ് ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് വേരിയന്റ് എന്ന രീതിയിലായിരിക്കും.
ഈ ഓട്ടോമാറ്റിക് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ തന്നെ S+ എന്ന് പറഞ്ഞ മോഡലാണ്. 1.2 S+ എന്ന് പറഞ്ഞ വേരിയന്റ്. ഈ S+ മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ട്, കൂടാതെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സൺറൂഫും കൂടെ അഡീഷണൽ വരുന്നുണ്ട്. അപ്പൊ ശരിക്കും ഒരു വാല്യൂ ഫോർ മണി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എക്സ്ട്രൽ വരുന്ന മോഡൽ ശരിക്കും ഈ ഒരു മോഡൽ തന്നെയായിരിക്കും. തീർച്ചയായും അതിന്റെ പ്രൈസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. നമുക്ക് ഓഫർ എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 9,64,000 രൂപയ്ക്ക് വണ്ടി ഓൺ-റോഡ് ഇറക്കാൻ പറ്റും. 9,64,000 രൂപയ്ക്ക്. ഇനി അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 9,64,000 രൂപ നമുക്ക് ലോണിലേക്ക്, അതായത് സീറോ ഡൗൺ പേയ്മെന്റ് എന്ന രീതിയിലേക്ക് ആക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ആക്കുമ്പോഴത്തേന് ഏകദേശം ഒരു 14,220 EMI വരത്തുള്ളൂ. ഒരു മാസം വരുന്നത്. 8 വർഷം വരെ നമുക്ക് കാലയളവുണ്ട് കേട്ടോ, തിരിച്ചറിവ് കാലയളവുണ്ട്. 8 വർഷം വരെ ഉണ്ട്. ഓക്കെ. അത് ഇപ്പൊ ഞാൻ എടുത്തു വെക്കുന്നതാണ്. ഇപ്പൊ പലരും ചോദിക്കാറുണ്ട്, സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ് അല്ലെങ്കിൽ ലോൺ ഇത്ര നാളത്തെ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ് കാണാറുണ്ട്. അപ്പൊ ഞാൻ സാധാരണക്കാരനെ വരുന്നെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്കീം അവൈലബിൾ ആണല്ലോ? തീർച്ചയായും. അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ചോദിച്ചു നന്നായി. അതിനകത്ത് ഒരു കാര്യം പറയുന്നത് വെച്ചാൽ ഈ സാധാരണ നമ്മൾ ഇപ്പം നമുക്ക് ശരിക്കും ഒരു സ്ഥലമോ കാര്യങ്ങളോ ഇല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ സ്വന്തമായിട്ട് ഒരു വീടുണ്ടാവും, ചിലപ്പോൾ അദ്ദേഹത്തിന് സ്ഥലം ഉണ്ടാവത്തില്ല, അത്യാവശ്യം ബാങ്ക് ട്രാൻസാക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ ആളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം കരമടച്ച രസീത് മാൻഡേറ്ററി ആയിരുന്നു. ഒരു ലോണിൽ ബാങ്കിൽ ലോൺ ചെല്ലുമ്പോഴത്തേനും കരമടച്ച രസീത് എന്തായാലും മാൻഡേറ്ററി ആയിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സ്കീമിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവറേജ് ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കുക, പിന്നെ നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ടായിരിക്കാം. വീടെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടേതായ രീതിയിൽ ഒരു സ്വന്തമായിട്ടുള്ള വീട്. അതില് നമ്മുടെ ഇലക്ട്രിസിറ്റി ബിൽ ഉണ്ടല്ലോ, ഇലക്ട്രിസിറ്റി ബില്ല് വേണം, ഈ പറഞ്ഞ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം, ഒരു 6 മാസത്തെ സ്റ്റേറ്റ്മെന്റ് വേണം, പിന്നെ നോർമൽ KYC. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്കീമിൽ നമുക്ക് ഇറക്കാൻ പറ്റും. സാധാരണക്കാരന് ഇറക്കാം. അതാണ് എടുത്ത് ഞാൻ ചോദിച്ചത്. സാധാരണക്കാരന് ഇറക്കാം, തീർച്ചയായും. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. അപ്പൊ അടുത്ത മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ അടുത്ത മോഡൽ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ കഴിഞ്ഞിട്ട് വരുന്ന മോഡൽ i20 എന്ന് പറഞ്ഞ സെഗ്മെന്റിലാണ്. i20 അത് ശരിക്കും പ്രീമിയം ഹാച്ച് ബാക്ക് എന്ന രീതിയിലാണ് ആ വണ്ടി വരുന്നത്. അത് ശരിക്കും i20 നമുക്ക് ഓഫർ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ i20 ഓഫർ ഏകദേശം ഒരു 65,000 രൂപയോളം മാനുവൽ ട്രാൻസ്മിഷനും 60,000 രൂപയോളം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും നമുക്ക് ഓഫറുകൾ വരുന്നുണ്ട്. i20 ഇതേ സ്കീമിൽ നമുക്ക് അവൈലബിൾ ആണ്, ഇറക്കാൻ പറ്റും. അപ്പോൾ അതിന് നമുക്കൊരു ഫുൾ ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ടല്ലേ? ഒരു ഫുൾ ഓപ്ഷനിലേക്ക് വന്നു ഓൺ റോഡ് നമുക്ക് ഈ പറയുന്ന പോലെ ഏകദേശം എത്രയാണ് ഇപ്പോൾ വരുന്നത്? ഇപ്പം ഏകദേശം ഒരു മാനുവൽ ട്രാൻസ്മിഷൻ ആകുമ്പോൾ ഏകദേശം ഒരു 11.5 ആ റേഞ്ചിലേക്ക് നമുക്ക് ഓൺ റോഡ് വരും. ഓക്കെ. അത് സീറോ ഡൗൺ പേയ്മെന്റിൽ ഈ പറഞ്ഞ സ്കീമിലെല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. പിന്നെ കസ്റ്റമർ ആവശ്യകതയാണ്. ലോൺ അത്ര വേണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ കസ്റ്റമർക്ക് ഡൗൺ പേയ്മെന്റ് അടയ്ക്കാനുണ്ടെങ്കിൽ അത് അടച്ചിട്ട് ബാക്കി നമുക്ക് ലോൺ ആക്കാൻ പറ്റും. ഇത് സീറോ ഡൗൺ പേയ്മെന്റ് നമ്മൾ പറയുന്നുള്ളൂ, പക്ഷെ അങ്ങനെ സീറോ ഡൗൺ പേയ്മെന്റ് ഇല്ലാത്ത അല്ലെങ്കിൽ വണ്ടി എടുക്കാൻ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കരുതി വെച്ചിരുന്ന ആൾക്കും നമുക്ക് ഈ സ്കീമിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. ബെനിഫിറ്റ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു വർഷം സാധാരണക്കാരന് തന്നെ ആയിരിക്കാം. കാരണം പൈസ കുറവായിട്ട് നിന്നിട്ട് നമുക്ക് വാഹനം എടുക്കാൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം ഈ നിയോസിന്റെ സ്റ്റാർട്ടിംഗ് മോഡൽ ഏകദേശം നമുക്കൊരു 11,200 രൂപയ്ക്കാണ് EMI വരത്തുള്ളൂ. നമുക്ക് മാക്സിമം ലോൺ ഇട്ട് കഴിഞ്ഞാലും ഒരു ഇപ്പം ചെറിയൊരു ഫാമിലി ആണെങ്കിലും ഇപ്പൊ വൈഫും ഹസ്ബൻഡും ഒക്കെ എംപ്ലോയി ആണെന്നുണ്ടെങ്കിലും രണ്ടും കൂടെ ഈക്വൽ ഒരു EMI ഷെയർ ഇട്ടാൽ പോലും എനിക്ക് ഒരു 5 രൂപ 5,500 രൂപയ്ക്കാണ് വരുന്നത്. ഒരു ബാധ്യതയായിട്ട് തീർച്ചയായും വരത്തില്ല. ഒരു കാര്യങ്ങളൊക്കെ നടന്നു പോകാനായിട്ട് പറ്റുകയും ചെയ്യും, ഒരു വണ്ടി സ്വന്തമാക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. അടുത്ത മോഡൽ നമുക്ക് ഇപ്പൊ നമ്മള് നിയോസ് പറഞ്ഞു, എക്സ്റ്റർ പറഞ്ഞു, i20 പറഞ്ഞു. പിന്നെ നമുക്ക് സെക്കൻഡ് വരുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ ഓറ എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതായത് ഈ നിയോസിന്റെ തന്നെ ഒരു ശരിക്കും നിയോസിന്റെ പറഞ്ഞ പേര് ഹാച്ച് ബാഗ് എന്നാണ്. ഇതിന്റെ സെഡാൻ ആയിട്ടുള്ള മോഡലാണ് ഓറ എന്ന് പറഞ്ഞ മോഡൽ. ഇപ്പൊ ഏറ്റവും ഒരു പ്രത്യേകം വെച്ചാൽ ഇപ്പൊ ഓറ എന്ന് പറഞ്ഞ മോഡൽ CNG ഓപ്ഷനിലും അവൈലബിൾ ആണ്. അത് മാത്രമല്ല ടാക്സി സെഗ്മെന്റിലും ഈ വണ്ടി അവൈലബിൾ ആണ്. ഓറ എന്ന് പറഞ്ഞ മോഡൽ CNG അവൈലബിൾ ആണ്. അപ്പൊ അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നോർമൽ ഓഫറിന് പുറമെ മറ്റേ ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ 53,000 രൂപയോളം ടോട്ടൽ ഓഫർ ഉണ്ട്. 53,000. അതിനകത്ത് എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്, അല്ലാതെ ക്യാഷ് ഓഫർ ഉണ്ട്, കോർപ്പറേറ്റ് ഓഫർ ഉണ്ട്, ഇതെല്ലാം. അപ്പൊ നീ അടുത്തൊരു നമ്മുടെ മോഡൽ എന്ന് പറഞ്ഞാൽ ഏതാണ് വരുന്നത്? അടുത്ത മോഡൽ നമുക്ക് ഈ നമ്മുടെ കോമ്പാക്ട് സെഗ്മെന്റിൽ, കോമ്പാക്ട് എക്സി സെഗ്മെന്റിൽ നമ്മളൊരു മാർക്കറ്റ് ലീഡർ എന്ന് വേണമെങ്കിൽ പറയാം. വെന്യൂ ആണ് അടുത്ത ഇതിൽ വരുന്നത്. വെന്യൂവിൽ നമുക്കിപ്പം 1.2 ലിറ്റർ, 1 ലിറ്റർ 2 എഞ്ചിൻ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. മാനുവലും ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. അപ്പം വെനുവിനും നല്ലൊരു ഓഫർ ഇപ്പം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് നമുക്ക് ഓൺ റോഡ് ഏകദേശം 70,000 രൂപ വരെയുള്ള ഓഫറുകൾ ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ ഓൺ റോഡിൽ നമുക്ക് 70,000 രൂപ കുറവ് വരും. കൂടാതെ ഈ അഡീഷണൽ ഓഫർ എല്ലാം തന്നെ ഇപ്പൊ പറഞ്ഞ ഓഫർ എല്ലാം നമുക്ക് അഡീഷണൽ അതിനകത്ത് വരുന്നുണ്ടല്ലേ? സീറോ ഡൗൺ പേയ്മെന്റ് എല്ലാ സ്കീമും അതിനകത്ത് നമുക്ക് വരുന്നുണ്ട്. വിമറോ, അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഹുണ്ടായുടെ ഏത് കാറുകൾക്കാണെങ്കിലും ഏത് വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ വരുന്ന ഒരു ഓഫർ നമുക്ക് എന്തായാലും
ഇപ്പൊ കിട്ടും. തീർച്ചയായും എന്നാലും ഈ ഈസ്റ്റർ പ്രമാണിച്ച് വാഹനങ്ങൾ എടുക്കാൻ നിൽക്കുന്നവർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ തന്നെയായിരിക്കും അല്ലേ? അതെ. ഓക്കെ, ഒരു ഡൗട്ടോടെ എനിക്കുണ്ട്. ഇപ്പൊ 2024 വാഹനങ്ങൾ ഏതെങ്കിലും ഇപ്പൊ നിലവിലെ സ്റ്റോക്ക് വല്ലതും അങ്ങനെ വല്ലതും കിടക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് 2024 മാനുഫാക്ചർ ചെയ്ത കുറച്ച് വണ്ടികളുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഓഫറിന് പുറമെ അധിക ഡിസ്കൗണ്ടും കൂടെ 2024 മേക്കിന് കൊടുക്കാൻ പറ്റും. തീർച്ചയായും കൊടുക്കാൻ പറ്റും. അപ്പം ഇപ്പൊ 2024 ഒരു വർഷം പുറയിലേക്ക് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബെനിഫിറ്റ് തന്നെയായിരിക്കും. അത്യാവശ്യം നല്ലൊരു ഓഫർ തന്നെ നമുക്ക് ആ വാഹനം എടുക്കാനായിട്ട് സാധിക്കും അല്ലേ? കൂടുതലും ഇപ്പം ഒരു സാധാരണ ഒരു 5 വർഷമോ അല്ലെങ്കിൽ ഒരു 5 വർഷം മേളോ വണ്ടി ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു 2 മോഡലുകൾ തമ്മിലുള്ള ഏറ്റവും കൂടുതൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 25,000-30,000 വരത്തുള്ളൂ. ഒരു നമുക്ക് 2009 മോഡൽ 2010 മോഡൽ ഇപ്പൊ ഒരു സമയത്ത് റീസെയിലേക്ക് വരുന്ന സമയത്ത് ഒരു 25,000-30,000 മാക്സിമം ഡിഫറൻസ് വരത്തുള്ളൂ. പക്ഷെ ഇപ്പം കസ്റ്റമറുകൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇയർ ബാക്ക് ഉള്ള മോഡൽസിന് നമുക്ക് 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഓഫറുകൾ വരുന്നുണ്ട്. അതുകൂടാണ്ട് ഈ പറഞ്ഞ ഓഫർ കിട്ടും, അഡീഷണൽ ഓഫർ വേറെ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പൊ അത് കിടക്കുന്ന നമുക്ക് അധികം വണ്ടികളില്ല, കുറച്ച് വണ്ടികളുള്ളൂ. നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. കസ്റ്റമർക്ക് ഗുണമാണ് ശരിക്കും പറഞ്ഞത്. ഈ സമയത്ത് ഒരു പുതിയ വണ്ടി നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും 2024 കൂടെ പരിഗണിക്കാവുന്ന സമയമാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ ബ്രോയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ഈ പറയുന്ന പോലെ നിങ്ങളൊരു എന്താ പറയുക സെക്കൻഡ് വാഹനങ്ങൾ ഉണ്ടായ സെക്കൻഡ് വാഹനങ്ങൾ എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു ബെറ്റർ ഓപ്ഷൻ തന്നെ ആയിരിക്കാം ഈ പറഞ്ഞ ഒരു മോഡൽ നമുക്ക് ഉണ്ടെങ്കിൽ. അത് എല്ലാ മോഡലൊന്നും ഇല്ല, ഏതൊക്കെ മോഡൽ അവൈലബിൾ ഉള്ളതെന്നും ബ്രോനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രോ പറയുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരു ഇവിടെ നമുക്ക് ഇപ്പം ഞങ്ങൾ തന്നെ പല കസ്റ്റമേഴ്സിന്റെയും നമ്മൾ എക്സ്ചേഞ്ച് വണ്ടികൾ എടുക്കുന്നുണ്ട്, യൂസ്ഡ് കാർ എന്ന രീതിയിൽ എടുക്കുന്നുണ്ട്. അതും ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ പുതിയ വണ്ടി നോക്കാനുള്ള അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റിലേക്ക് വരാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ യൂസ്ഡ് കാറും നിങ്ങൾക്ക് യൂസ്ഡ് കാറിന്റെ ഒരു സെക്ഷൻ അവൈലബിൾ ആണ്. അപ്പം വണ്ടി അവിടെ ഉണ്ട്. നമ്മൾ എടുക്കുന്ന വണ്ടികൾ റീഫർബ് ചെയ്ത് ഒരു പെർഫെക്റ്റ് കണ്ടീഷനിലാക്കി നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട്. ഓക്കെ ബ്രോ, അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? തീർച്ചയായും. അപ്പൊ അത്യാവശ്യം ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാ വാഹനങ്ങളുടെ ഡീറ്റെയിൽ എടുത്ത് പറയാതെ തന്നെ കാരണം ഈ ഓഫർ കാര്യങ്ങൾ എല്ലാ വാഹനങ്ങൾക്കും കൊണ്ടായ ഏത് വാഹനങ്ങൾക്കാണെങ്കിലും നമുക്ക് ഇപ്പൊ കിട്ടുന്ന ഓഫറാണ്. അപ്പൊ അതുകൊണ്ടാണ് സെക്ഷൻ തിരിച്ച് പറയാത്തത്. ഇപ്പൊ അത്യാവശ്യം നമ്മളെ i10 മുതലുള്ള ഓൺ റോഡ് പ്രൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് അറിയാൻ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബ്രോയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് വാഹനത്തിന്റെ ആണെങ്കിലും ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞു തരും. അതുപോലെ നമുക്ക് വാഹനങ്ങളെല്ലാം സ്റ്റോക്ക് അവൈലബിൾ ആണല്ലോ അല്ലേ? അത്യാവശ്യം സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ അറേഞ്ച് കൊടുക്കാൻ പറ്റും. നമുക്ക് ബുക്കിംഗ് എല്ലാം ഓൺലൈൻ ആയിട്ടാണ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് ജസ്റ്റ് പറഞ്ഞു കൊടുക്കാം, ഷോറൂം വരുന്നത്. നമുക്ക് ശരിക്കും നമ്മുടെ മെയിൻ ബ്രാഞ്ച് വരുന്നത് മൂവാറ്റുപുഴ പെരുമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പെരുമറ്റം നമ്മുടെ ഓപ്പോസിറ്റ് റിലയൻസിന്റെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അതിൻ്റെ അടുത്താണ് നമ്മുടെ ഷോറൂം വരുന്നത്. നമുക്ക് ബ്രാഞ്ചസ് ആയിട്ട് പെരുമ്പാവൂർ, കൂത്താട്ടുകുളം, കോതമംഗലം, കോലഞ്ചേരി എന്നീ സ്ഥലങ്ങളിൽ നമുക്ക് ബ്രാഞ്ചസും വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എടുത്തു പറഞ്ഞോട്ടെ ഈ ഓഫറും അത്യാവശ്യം ഓഫറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഹുണ്ടായുടെ കാറുകൾ വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ബ്രോ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.